ഞാൻ ഡോക്ടർ CB വിപിൻചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, തുമ്പോൺ താഴം, പത്തനംതിട്ട. ചാങ്ങേത്ത് ആയുർവേദ വൈദ്യന്മാർ ആലത്തൂർ നമ്പിയുടെ ശിഷ്യ പരമ്പരകളായിട്ടാണ്. ആദ്യത്തെ വൈദ്യൻ ഇവിടെ നീലകണ്ഠൻ വൈദ്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ കേളു വൈദ്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ നാരായണൻ വൈദ്യർ, അദ്ദേഹത്തിൻ്റെ മകൻ അയ്യപ്പൻ വൈദ്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ നാരായണക്കുറുപ്പ്, നാരായണക്കുറുപ്പിൻ്റെ മകൻ ഗോവിന്ദപിള്ള, ഗോവിന്ദപിള്ളയുടെ മകൻ ഭാസ്കരൻ നായർ, പിന്നീട് ഞാൻ വിപിൻചന്ദ്രൻ, പിന്നെ എൻ്റെ മക്കള് സായി കൃഷ്ണയും സായി കിരണും. ഇങ്ങനെ 9 തലമുറകളായിട്ട് കടന്നു പോരുന്നതാണ്. ഈ കാണുന്ന ഗ്രന്ഥങ്ങൾ, ഇത്രയും 10-30 കെട്ട് ഗ്രന്ഥങ്ങൾ ഇവിടെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ എൻ്റെ അപ്പൂപ്പൻ നാരായണക്കുറുപ്പ്, അദ്ദേഹം മരിക്കുന്ന 93-ാമത്തെ വയസ്സ് മരിക്കുന്നതിൻ്റെ തലേ ദിവസവും ഒരു കണ്ണട പോലും ഇല്ലാതെ വായിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ണട വെച്ചാലും പറ്റില്ല, ഇത് സ്കാൻ ചെയ്തിട്ടാണ് കുറേ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പകർത്തുകയുണ്ടായി. പിന്നെ ഈ ഗ്രന്ഥങ്ങൾ വീടിന് വെളിയിലേക്ക് അങ്ങനെ കൊണ്ടുപോകാനും പറ്റില്ല. കാരണം ഇത് പഴയ കാലത്ത് മൂർത്തികൾ വീടുകളിലുള്ള ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഗ്രന്ഥങ്ങൾ ഞങ്ങളുടെ ഒരു മൂർത്തി ഇതാണ്. ഇതിനെ നമുക്ക് ഇറക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ഇറക്കാൻ പാടില്ല. ഇതിനെ ഈ പൂജയാണ് ഞങ്ങളുടെ വൈദ്യത്തിലും ഈ ഗ്രന്ഥത്തിൻ്റെതായ അനുഗ്രഹം. ഈ ഗ്രന്ഥം കെട്ടെന്ന് പറയും, ഗ്രന്ഥക്കെട്ട്, അത് സൂക്ഷിച്ചിങ്ങനെ വെച്ചിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹം അതായിരിക്കും ഞങ്ങളുടെ ചികിത്സയുടെ ഏറ്റവും പ്രധാനം. അത് വായിച്ചാലും ഇല്ലിഞ്ഞിപ്പോൾ ഇതൊന്നും വായിക്കാൻ പറ്റുന്നില്ല എങ്കിലും കുറെ ഞാൻ പകർത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു അനുഗ്രഹമായിട്ടാണ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ് ഞങ്ങളുടെ ചികിത്സയ്ക്ക് പ്രാധാന്യമേകുന്നത്. ശ്വാസവികാരമുള്ള ആൾക്കാർക്ക് വരെ, മരണശയ്യയിൽ കിടക്കുന്ന ആൾക്കാർക്ക് വരെ ഇതിൽ നിന്ന് അരച്ചു കൊടുക്കും. പഞ്ചഭൂപതി മാത്ര, പാഷാണ മാത്ര, അരിതാര മാത്ര തുടങ്ങിയിട്ടുള്ള 8 തരം മാത്രകളാണ് ഇവിടെ ഉള്ളത്. ഈ മാത്രക്കെട്ടുകൾ ഇത് നമുക്ക് ഭയങ്കരമായ അനുഭവമുള്ളതാണ്. ശ്വാസകോശങ്ങളിലെ രോഗങ്ങൾ, അതുപോലെ മരണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇതെല്ലാം തന്നെ ഇത് ഉപയോഗിക്കും. ഇത് എനിക്ക് തന്നെ വളരെ അനുഭവമുണ്ട്. നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗോവിന്ദനപ്പൂപ്പൻ എന്ന് പറയും, ഇപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഗുരുവായൂർ പോയിരിക്കുകയായിരുന്നു. ഇപ്പം ഇവിടെ വന്ന് പറഞ്ഞു, അയ്യോ ഇപ്പം പോകാൻ വളരെ മോശമായ ഒരവസ്ഥയിലാണ്. അപ്പം ഞാൻ എന്താ ചെയ്ത് ഇതുപോലെ അരച്ചിട്ട് കൊടുത്തു, അപ്പൂപ്പൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു 3 days ഈ മരുന്നേല അപ്പൂപ്പനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ഔഷധങ്ങൾ ഇപ്പോൾ അത്യാവശ്യം എവിടെയെങ്കിലും പോയി വരെ ചികിത്സിക്കേണ്ട കാര്യങ്ങൾ, അന്ന് വാഹന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെയുള്ള ചിമിഴുകൾ, ഈ ചിമിഴുകൾക്കകത്ത് ഭസ്മത്തിലും ഗുളികകളും അങ്ങനെയുള്ള ഔഷധങ്ങളെ നിറച്ചിട്ട് അതുമായിട്ട് പോയി കൊടുത്തിട്ട് അവരെ രോഗികളെ രക്ഷപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇതുകൂടാതെ പലതും ഉണ്ടായിരുന്നു ഇവിടെ, ചിലതൊന്നും കാണുന്നില്ല. അപ്പം ഇത് അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനങ്ങളാണ്.